ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിനായിട്ട് രാവിലെ തന്നെ ഇതേപോലെ ഒരു 6 മണിക്കാകുമ്പോഴായിരുന്നു എണീറ്റുണ്ടായത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ രാവിലെ എണീക്കാറ്. ആ രാവിലെ ബ്രഷ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ നേരെ കിച്ചണിലോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ രാവിലെ ഇന്ന് പത്തിരി അതേപോലെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ ഇത്ര നേരത്തെ എണീറ്റത്. അങ്ങനെ ഓരോ ഫുഡിന് ഓരോ ടൈമിലായിരിക്കും അൽറാം അടിക്കുന്നത്. അപ്പൊ സിയ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ അവളെ ഉണരുന്നതിന് മുന്നേ എനിക്ക് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേഗം ആക്കി തീർക്കണം. അപ്പൊ അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ സിയ നല്ല ഉറക്കാണ്. ഞാൻ ജസ്റ്റ് വാതിലൊന്ന് ചാരി വെച്ചതേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ അവള് കരയല്ല എന്നുണ്ടെങ്കിൽ അവര് നേരെ കിച്ചണിലേക്ക് തന്നെ ഇറങ്ങി വരും. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ തക്കാളി അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഒരു അരക്കഷ്ണം ഉള്ളിയും കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആരോടെ ഈ വർത്തമാനം പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട. അപ്പൊ ഹിബ ഉണ്ടായിരുന്നു. അവള് രാവിലെ അല്ലുവിന് ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പൊ അവൾക്ക് അല്ലുവിന് ഇന്ന് രാവിലെ സ്കൂളുണ്ട്. അപ്പൊ ഒരു 7:20 ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരില്ല. അപ്പൊ അപ്പത്തേനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി അവളാണ് ഉണ്ടായത്. അപ്പൊ കിച്ചണില് ആൾക്കാർ രാവിലെ തന്നെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെ എല്ലാ സമയത്തും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. കിച്ചണിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവൾ എണീക്കുന്നതിന് മുന്നേ വേഗം ആക്കാൻ വേണ്ടി വേഗം തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അപ്പൊ എപ്പോഴും ഒരു പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. ഒരു 10 മണി ആയൊക്കെ ഫീലാണ്. അപ്പൊ ഒരു 6 മണിക്ക് എണീറ്റ് അതൊരു 10 മണി ആയ പോലെ തോന്നും കേട്ടോ. അങ്ങനെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ രാവിലെ അറിയുന്നത് തന്നെ അൽറാം അടിച്ചിട്ടല്ല, ഈ ഒരു ലൈറ്റ് ഭയങ്കരത്തിൽ ഇങ്ങനെ അടിച്ചിട്ടാട്ടോ. അപ്പൊ ഞാൻ ഞെട്ടി അറിയാറുണ്ട്. പക്ഷെ അൽറാം ലേറ്റ് ആയി പോയോന്ന് വെച്ചിട്ടാണ് അധികം എണീക്കാറ്. പക്ഷെ ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, അൽറാം അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര വെയിൽ രാവിലെ തന്നെ ഉണ്ടാവും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പിന്നെ വേഗം ഗ്രീൻ പീസ് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഇട്ട് വാട്ടി കൊടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് അപ്പൊ പൊടികളൊക്കെ അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസിലടിക്കുന്ന സമയത്ത് എല്ലാ പൊടികളും പുറത്തേക്ക് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ്, വിസിലൊക്കെ അടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പൊ ഗ്രീൻ പീസ് ഞാൻ വേഗം അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പത്തിരി ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വലുതായിട്ട് അറിയില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് ഉപ്പും അതേപോലെ നമ്മുടെ എണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പൊടിയിട്ട് വാട്ടിയിട്ട് അപ്പൊ തന്നെ ഉരുളകളാക്കി എടുത്തിട്ട് പിന്നെ പ്രസ് ചെയ്തെടുക്കൂട്ടോ. അങ്ങനെയായിരുന്നു ആക്കിയിട്ടുണ്ടായത്. അപ്പൊ ആ ഒരു സമയത്ത് കഴിക്കുന്ന ഒരു സമയത്ത് സോഫ്റ്റ് ഉണ്ടാവും, പിന്നെ സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇവര് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അറിഞ്ഞത് ഇങ്ങനെയാണ് നല്ല വെള്ളം ഒഴിച്ച് ഇതേപോലെ തിളച്ചതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആവും എന്നുള്ളത്. അപ്പൊ ഇപ്പൊ തൊട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പത്തിരി കുറെ ഉണ്ടാക്കിയാലും കുറച്ചുണ്ടാക്കിയാലും നമ്മൾ കഴിക്കുന്നത് അറിയില്ല, കാരണം പെട്ടെന്ന് തന്നെ കഴിച്ച് തീരും. അങ്ങനെ നല്ല അടിപൊളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ്. പിന്നെ സിയക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പിന്നെ പത്തിരി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു രാവിലെ. അപ്പൊ രാവിലെ ഇതേപോലെ ഒരു 1.25 കപ്പായിരുന്നു ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ടായത്. ഉപ്പും അതേപോലെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വെള്ളവും തിളക്കുന്ന സമയത്ത് അതിലേക്ക് പൊടിയിട്ട് നന്നായി വാട്ടിക്കതിന് ശേഷം ആ ചൂടോട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പത്തിരി. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ആ ചൂടോട് കൂടി തന്നെ ആക്കിയെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് ഉരുളകളാക്കി എടുത്ത് പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്തതിനു ശേഷം പിന്നെ ചട്ടിയിലിട്ട് പരത്തണ്ട. പ്രസ് ചെയ്യലും ആ നമ്മുടെ നന്നായിട്ട് കുഴക്കലാണ് മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞ പത്തിരിയിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, കുറെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു പത്തിരി പണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയുള്ള പണിയാവില്ലേ. കാരണം ഇത് ഭയങ്കര നല്ലോണത്തിൽ ഇങ്ങനെ സോഫ്റ്റ് ആക്കി മാത്രമേ നന്നായിട്ട് ഭംഗിയായിട്ട് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി പരത്തിയിട്ട് ഞാൻ പിന്നെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. സിയ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഓള് ചിലപ്പോൾ 7 മണി 7:30 ആകുമ്പോഴായിട്ടുള്ളൂ എണീക്കുന്നത്. അപ്പൊ ആ സമയത്തിനുള്ള എനിക്ക് വേഗം ഒന്ന് എല്ലാം സെറ്റാക്കി വെക്കണം. അവള് എണീറ്റ് കഴിഞ്ഞാൽ അവളെ മൂഡ് അനുസരിച്ചായിരിക്കും. ചില സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ താഴെ ഇറങ്ങി കളിക്കുകയും ചെയ്യും. ചില സമയത്ത് താഴെ ഇറങ്ങിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഞാൻ വേഗം എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പത്തിരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര രാവിലെ എണീറ്റത് കേട്ടോ. അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ 6:30 ആകുമ്പോഴേ എണീറ്റു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവളെ വെച്ചിട്ട് എന്തായാലും പത്തിരി പരത്താനൊന്നും പറ്റൂല. അപ്പൊ ഇന്നല്ലെങ്കിൽ അവളെ അവിടെ റാക്കിലിരുത്തിയിട്ടാണ് ഞാൻ ആക്കൽ. അങ്ങനെ പത്തിരി നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കി എടുത്ത് ഒരു സെറ്റ് ചൂടാക്കുമ്പോഴത്തേനും അവൾ അറിഞ്ഞു. അപ്പൊ അവൾ അറിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ട് ഇതേപോലെ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കാറ്. അപ്പൊ അതൊന്ന് ശീലമായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
അപ്പൊ രാവിലെ അവൾ എണീറ്റതിന് ശേഷം അവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു. അവൾ രാവിലെ എണീറ്റാട് മുഖമൊക്കെ ഒന്ന് കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവള് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നുള്ളത് കഴിക്കല്. പിന്നെ അവൾ എടുത്തോണ്ട് ഞാൻ ഇതേപോലെ പത്തിരി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് രണ്ടാമത്തെ സെറ്റും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട്. വേഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പൊ ആ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ അവളിങ്ങനെ കരയുന്നൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ വേഗം ആ റാക്കിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അങ്ങനെ അവള് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട്. അപ്പൊ പിന്നെ വേഗം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി അതിന് വറവൊക്കെ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ അത് വറവൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവൾക്ക് ബ്രഷ് ചെയ്യിക്കണം. ബ്രഷ് ചെയ്തിട്ട് വേണം അവൾക്ക് ഫുഡ് കൊടുക്കാൻ. ബ്രഷ് ചെയ്യാൻ വേണ്ടി വായി തുറക്കുകയില്ല, അതൊരു ശീലമായിക്കോട്ടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവളെ ടേബിളിൽ എത്തിയിട്ട് ഞാൻ അവൾക്ക് പത്തിരി അതുപോലെ ഗ്രീൻ പീസ് കറിയും കൊടുത്തു. അപ്പൊ അവൾക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാവിലെ അവള് പത്തിരി വേഗം കഴിച്ച് തീർന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിനടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവൾക്കും കൊടുക്കണം, അല്ലെങ്കിൽ അവളെ മടിയിൽ എത്തിയിട്ട് കൊടുക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോളും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് അടിച്ച് തുടച്ചൊക്കെ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ എന്റെ ഈ ഒരു പരിപാടി ഇത്രയാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് വാതിൽ തുറന്നു കഴിഞ്ഞാൽ വേഗം ഓടി പോവാൻ നിൽക്കുകയാണ് അവള്. അപ്പൊ വേഗം ഒന്ന് ഡോർ തുറന്ന് അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേഗം ഓടി മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 10 മണി 10:30 11 മണിയൊക്കെ ആകുമ്പോഴാവും പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറുന്നത്. ആ സമയത്തും ഇതേപോലെ ഹെൽപ്പറായിട്ട് അവിടെ ഉണ്ടാവും. പക്ഷെ ഭയങ്കര കുത്തക്കതാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ പരിപാടിയൊന്നും നടക്കില്ല. അവൾ അവിടെ വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലു ഒക്കെ രാവിലെ സ്കൂളിൽ പോയതുകൊണ്ട് ചിലപ്പോൾ അവൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ താഴെ പോയി ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന് പരിപ്പറിയാന്ന് ഉച്ചക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച പരിപ്പറി അതേപോലെ കൈപ്പക്ക ഉപ്പേരി കേട്ടോ. ചില സ്ഥലത്ത് അതിന് പാവയ്ക്കാന്നൊക്കെയാണ് പറയുന്നത്, നമ്മളവിടെ കൈപ്പിക്കാന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അങ്ങനെ ഞാൻ വേഗം ഒന്ന് പാവയ്ക്കൊക്കെ മുറിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വിളിക്കും. പിന്നെ അസിലി ഇങ്ങനെ തപ്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തപ്താന്ന് പറഞ്ഞ അവൾക്ക് ഫുഡിനാണ് കേട്ടോ തപ്ത ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവൾക്ക് വേണം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വായില് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ഒരു വികാരമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ ആ ഒരു ഇത് കഴിച്ചപ്പോ. കയ്പ് ഒരു വികാരം ഇല്ലാത്ത പോലെ ആയിരുന്നു അവളെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വലിക്കലൊക്കെയാണ് പിന്നെ അവളുടെ ഹോബി. ഇതുപോലെ കസേരയിലേക്ക് കയറി നിന്ന് ഫുൾ അലമ്പാക്കി ഇരിക്കൂട്ടോ. അപ്പൊ ഞാൻ വേഗം ഒന്ന് പണി തീർക്കുകയാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്നൊക്കെ ചെയ്തിട്ട് വലുതായിട്ടൊന്നും കരഞ്ഞിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വേഗം തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല, വേഗം അങ്ങനെ തൊക്കത്ത് കയറി ഇരുന്ന് പിന്നെ അവൾ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഞാൻ ഡെയിലി ഓറഞ്ച് ജ്യൂസ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ വൈറ്റമിൻസിനൊക്കെ നല്ല ഒരു സാധനമാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ജ്യൂസ് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബോട്ടിലാക്കി കൊടുക്കും. അപ്പൊ അവള് കുടിക്കും, അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഓറഞ്ച് ജ്യൂസ്. അപ്പൊ ഡെയിലി ഞാൻ ഓറഞ്ച് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ സ്വസ്തി എണ്ണീട്ട് അവൻ താഴോട്ട് വന്നിട്ട്. അപ്പൊ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ ഉച്ചക്കേക്കുള്ള ഫുഡും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും താഴോട്ട് വന്നിട്ട് ഇതുപോലെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവരൊക്കെ കുറെ അവിടെ കളിക്കും, പിന്നെ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഉച്ച വരെയുള്ള എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അവള് ഫുഡൊക്കെ അതിനിടയിൽ ഫുഡൊക്കെ കൊടുക്കും. ഞാൻ അതിനിടയ്ക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അവള് എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും സമ്മതിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി നോക്കൂട്ടോ. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെയാണ് പിന്നെ യൂട്യൂബ് തുടങ്ങിയതും അതേപോലെ വീഡിയോകളൊക്കെ ഇടാൻ തുടങ്ങിയതൊക്കെ. അങ്ങനെ പിന്നെ ഉച്ചക്ക് ഇതുപോലെ മീൻ ഫ്രൈയും കൈപ്പക്കുപ്പേരിയും പരിപ്പ് വരെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവള് ഞാൻ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവൾക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബോൾ കൊണ്ട് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഉറങ്ങി. ഒരു 2:30 ആകുമ്പോഴേ ഉറങ്ങിയിരുന്നു. അപ്പൊ ഒരു 3:30 3:45 അല്ലെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കൂട്ടോ. അപ്പൊ ഓരോ സമയത്ത് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ വൈകുന്നേരം ഞാൻ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ കുഴക്കാൻ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി. അപ്പൊ ഞാൻ അതൊന്ന് കുഴച്ച് വെച്ചിട്ട് പോയി. അപ്പത്തേനും സി എണീട്ടു. അപ്പൊ അല്ലു ഒക്കെ വന്നു. അല്ലു ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ അവൾക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ അല്ലുണ്ടെന്ന് കുറെ സമയം ഡാൻസ് ഒക്കെ കളിക്കും, അവളെന്ന് കുറെ സമയം കളിക്കും. അപ്പൊ ഞാൻ വേഗം അതിന്റെ ഗ്യാപ്പിൽ വേഗം ചപ്പാത്തി കൂടെ ഉണ്ടാക്കി. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് 2 ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു പീസ് 2 കൂടെ എടുത്ത് കൊടുത്തു. അപ്പൊ അല്ലു കഴിക്കുന്നുണ്ട്, സിയക്കും കഴിക്കണം, സിയ കഴിക്കുന്നുണ്ട്, അല്ലുവിന് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ രണ്ടാളും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:30 5:45 ആകുമ്പോൾ അവർ പുറത്തിറങ്ങി കുറച്ച് കളിച്ചു. പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങാൻ പോവാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പൊ എന്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് എന്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.